യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നമ്മൾ കേൾക്കുന്നത് ദൈവവചനമാണ്. ആ വചനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവവചനം കേൾക്കാനുള്ള ഒരു നല്ല മനസ്സും നല്ലൊരു ഹൃദയവും നല്ലൊരു താല്പര്യവും ദൈവം നൽകിയതിനെ ഓർത്ത് നന്ദി പറയണം. കാരണം എവിടെയെല്ലാം ചെന്നാലും എവിടെ പോകുമ്പോഴും ദൈവവചനം കേൾക്കുന്നവരുടെ എണ്ണം ഒത്തിരി പേരെ ദൈവവചനം താല്പര്യത്തോടെ സ്നേഹത്തോടെ കാണുന്ന ഒത്തിരി പേരെ കാണാനിടയായി. ഒരുപക്ഷെ ഒരു വീട്ടിലെ അമ്മയാണ് അല്ലെ അപ്പനാണ് വചനം കേൾക്കുന്നത്. അവരവരുടെ മക്കളോട് വിളിച്ചു പറയും, അയച്ചു കൊടുത്തിട്ട് പറയും, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടും, നിർബന്ധമായിട്ടും കേൾക്കണം കേട്ടോ, യാത്ര ചെയ്യുമ്പോഴെങ്കിലും കേൾക്കണം കേട്ടോ. ഇങ്ങനെ മാതാപിതാക്കൾ ഈ 5-10 മിനിറ്റത്തെ ഈ വചനം മക്കൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിത പങ്കാളി, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ഇങ്ങനെ അവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് എത്രയോ സ്നേഹത്തോടെയാണ് ഈ വചനങ്ങളെ അനേകരുടെ ജീവിതങ്ങളിൽ എത്തിച്ചിട്ട് അവർ പറയുന്നത്, കേൾക്കണം കേട്ടോ, ഈ വചനം നിങ്ങൾക്കൊരു ഉപകാരമാകട്ടോ. അങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സ്ഥിരമായി ഈ വചനം ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കാൻ ഒട്ടും മടി കാണിക്കണ്ട. അത് ജീവിതത്തിൽ തരുന്നത് നിരാശയല്ല, സങ്കടമല്ല, ജീവിതത്തിൽ തരുന്നത് നന്മയാണ്, ജീവിതത്തിൽ തരുന്നത് സമാധാനമാണ്, ജീവിതത്തിൽ തരുന്നത് ദൈവീകമായ അനുഗ്രഹവും ഉയർച്ചയുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ ഈ വചനം നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30 മുതലുള്ള വാക്യമൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. കാറ്റ് അടിക്കുന്നത് കണ്ട് മാത്രമല്ല, കാറ്റ് ആഞ്ഞടിക്കുക, കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ അടിക്കുമെന്ന് മാത്രമല്ല, ആഞ്ഞടിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ, ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ചില വലിയ പ്രതിസന്ധികൾ, സാമ്പത്തിക ബാധ്യത, മക്കളെക്കുറിച്ചുള്ള ടെൻഷൻ, ഇത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന വിധത്തിൽ ആഞ്ഞടിക്കും. ആഞ്ഞടിക്കുന്നത് കണ്ട് അവ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ രക്ഷിക്കണമേ. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി, ആഞ്ഞടിക്കുന്നത് കണ്ടു. നിങ്ങൾ ഏതെങ്കിലും ചില പ്രയാസങ്ങളിൽ, ചില വല്ലായ്മകളിൽ, ചില ഒറ്റപ്പെടലിൽ മുങ്ങിത്താഴുന്ന ഒരാളാണോ? മുങ്ങിത്താഴാൻ തുടങ്ങിയോ? ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ ആഞ്ഞടിക്കുന്നുണ്ടോ? ചില വെല്ലുവിളികൾ, ചിലർ പറഞ്ഞ വാക്കുകൾ, ചിലരുടെ ഒറ്റപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ആഞ്ഞടിക്കും. അത് നമ്മളെ ചിലപ്പോൾ ചില പ്രതിസന്ധിയിൽ മുങ്ങിത്താഴാനിടയാവും. അങ്ങനെ ഒരു പ്രതിസന്ധി പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വന്നു. ഉടനെ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ. അത്രയും പ്രയാസമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ മറന്നുപോയില്ല, കർത്താവേ എന്ന് വിളിക്കാൻ മറന്നുപോയില്ല. രക്ഷിക്കണേ, അയ്യോ അയ്യോ എന്നല്ല, അയ്യോ ഞാൻ പ്രശ്നത്തിലാണ്, ആരേലും ഓടി വരണേന്നല്ല, കൃത്യമായ വിളിച്ച കർത്താവേ എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ പ്രതിസന്ധികളിലാണോ? നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് പറഞ്ഞേ. ആ വാക്ക് തന്നെ പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ. അങ്ങനെ തന്നെ പറഞ്ഞു. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? എല്ലാവരും ശ്രദ്ധിച്ചേ.
വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അപ്പോഴാണ് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചു. ഈ പറയുന്ന വാക്ക് മറക്കരുത്. യേശുവിൻ്റെ കരം പിടിച്ച് കയറി വരുന്ന ഒരു പത്രോസിനെ അവിടെ കാണാൻ പറ്റും. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയ പത്രോസ്, കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് ഭയപ്പെട്ട പത്രോസ്, ജീവിതത്തിൽ തകരാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ കരം പിടിച്ച് കയറി വരുന്നത് കണ്ടോ? യേശുവിൻ്റെ കൈ പിടിച്ച് കയറി വരാൻ കഴിയുന്നു. നിങ്ങളോട് എനിക്കിത് പറയാനുണ്ട്, എനിക്ക് എന്നോടും പറയാനുണ്ട്. നമ്മൾ എവിടെയും ആകട്ടെ, എത്രയും താഴ്ന്നോട്ടെ, എത്രയും ഭയപ്പെട്ടോട്ടെ, എന്തെല്ലാം പ്രതിസന്ധികൾ നാലു ചുറ്റിലും ഉണ്ടായിക്കോട്ടെ, എനിക്കും നിങ്ങൾക്കും യേശുവിൻ്റെ കരം പിടിച്ച്, അത്രക്കരം പിടിച്ച് കയറി വരാൻ പറ്റും. യേശുവിൻ്റെ കരം പിടിച്ച് നീ കയറി വരും. യേശുവിൻ്റെ കരം പിടിച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ കയറി വരും. യേശുവിൻ്റെ കരം പിടിച്ച് കയറി വന്നു. ഇത് വള്ളത്തിലിരുന്നവർ എല്ലാം കണ്ടു. യേശുവിൻ്റെ കരം പിടിച്ച് കയറി വരാൻ പറ്റും. രോഗപീഡയിലാണോ, സാമ്പത്തിക പ്രതിസന്ധിയിലാണോ, ജോലി നഷ്ടപ്പെട്ടോ, കുടുംബം ഇച്ചിരി അസ്വസ്ഥതയിലൊക്കെയാണോ, ഇച്ചിരി അകലത്തിലാണോ, ചില പിണക്കങ്ങളും ചില ഒറ്റപ്പെടലുമൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? വിഷമിക്കൊന്നും വേണ്ട. ദൈവത്തിൻ്റെ കരം പിടിച്ച് നിനക്ക് ജീവിതത്തിൽ കയറി വരാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാനിതൊരു യാത്രയിൽ കിട്ടിയ ബോധ്യമാകട്ടോ. ഒരു യാത്രയിൽ ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ 1-2 പേരുണ്ടായിരുന്നു. അവർ ഓരോ കാര്യങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പറയുന്നത് സന്തോഷത്തിൻ്റെ വാക്കുകളല്ല. അതിലൊരാൾ വലിയ പ്രതിസന്ധി, സാമ്പത്തികമായ വലിയ പ്രതിസന്ധി അനുഭവിച്ചൊരു കാര്യവും ഇനി എന്തു ചെയ്യണമെന്നറിയത്തില്ലാത്തൊരു സാഹചര്യവുമാണ്. അപ്പോൾ ആ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയോട് പറയാൻ ദൈവം തന്ന വാക്കാണിത്. എന്തു പ്രശ്നം ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ കരം പിടിച്ച് നിനക്ക് കയറി വരാൻ പറ്റും. ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ വാക്ക് ഞാൻ തിരിച്ചു വന്ന ഉടനെ ഞാൻ പ്രസംഗിക്കാൻ എഴുതുന്ന ഡയറിയിൽ എഴുതി വെച്ചു. ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരുന്ന, താഴാൻ തുടങ്ങിയ, ഭയപ്പെട്ടു പോയ പത്രോസ് ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരുന്നത് കണ്ടു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരോടും, ആരുമാകട്ടെ, എവിടെയുമാകട്ടെ, എത്ര ദൂരത്താകട്ടെ, സമീപത്താകട്ടെ, എത്ര വലിയ സങ്കടത്തിലാകട്ടെ, എവിടെയാ നിങ്ങൾ ഭയപ്പെട്ടു പോയത്? എവിടെയാ നിങ്ങൾ താണുപോയത്? ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരാൻ പറ്റും. നിരാശയും പറഞ്ഞ് പ്രാഗി ശപിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എവിടെയാണോ താണുപോയത് അവിടെ ഒരു വാക്ക്, കർത്താവേ എന്നെ രക്ഷിക്കണേ, ദൈവവിചാരത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈ പിടിച്ച് കയറ്റിയിരിക്കും. കൈ പിടിച്ച് നിന്നെ കയറ്റും. കൈ പിടിച്ച് നിൻ്റെ ജീവിതത്തെ ഉയർത്തും. കൈ പിടിച്ച് നിന്നെ നടത്തും. അത് അനേകരെ അത്ഭുതപ്പെടുത്തും. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ, അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഞാൻ പരിചയപ്പെട്ട വ്യക്തികൾക്കൊക്കെ പറയാനൊരു വേദനയുണ്ട്. ഒട്ടുമുക്കാൽ ആളുകൾക്കും അടുക്കുമ്പോൾ അവരുടെ സന്തോഷമല്ല ആദ്യം പറയുന്നത്, അവരവരുടെ ഒരു വേദനയായിരിക്കും പറയുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയുള്ള മനസ്സ് കാണും, വിങ്ങുന്നൊരു മനസ്സൊക്കെ കാണും. സാരമില്ല, എവിടെയാണോ താണുപോയത് പ്രാർത്ഥനയോടെയല്ല ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ കൈ പിടിച്ച് നീ കയറി വരും. ദൈവത്തിൻ്റെ കരം പിടിച്ച് നീ കയറി വരും, രക്ഷപ്പെടും. ദൈവം നിന്നെ സഹായിക്കും. പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹി വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ ശനിയാഴ്ച ദിവസം ഈ വചനം ഞങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ നന്ദി പറയുന്നു.
ഈ വചനം ഞങ്ങൾക്ക് തന്നത് അങ്ങാണ്. ഈ വചനം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളെ ധൈര്യപ്പെടുത്താനാണ്, ഞങ്ങളെ ആശ്വസിപ്പിക്കാനാണ്, ഞങ്ങളെ ബലപ്പെടുത്താനാണ്, ഞങ്ങളുടെ ജീവിതങ്ങളെ സഹായിക്കാനാണ്. ഏതു നിരാശ മാറാനും ഈ വചനം മതി. ഈ വചനത്തെക്കുറിച്ചുള്ളൊരു ചിന്ത മതി. ഏതു തരത്തിൽ മനസ്സിടിഞ്ഞവരോ മനസ്സ് വേദനിക്കുന്നവരോ തളർന്നവരോ ആയിക്കൊള്ളട്ടെ, ഈ വചനം മതി നിനക്ക് ജീവിതത്തിൽ കയറി വരാൻ. പത്രോസ്ലീഹ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് പേടിച്ചു എന്നും വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്ത് കാണാൻ പറ്റും, കൈ നീട്ടിയ ആ യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് പത്രോസ് കയറി വരുന്നത്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നീ കയറി വരും, നീ രക്ഷപ്പെടും, നിൻ്റെ കുടുംബവും മക്കളും ജീവിത പ്രതീക്ഷകളും ഒക്കെ അനുഗ്രഹമാകും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. ദൈവത്തിലത് വിശ്വസിച്ച് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിരാശയിൽ നിന്നും എല്ലാം ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ശരീരത്തിന് മനസ്സിന് നല്ല ആരോഗ്യമുണ്ടാകട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട നിങ്ങളെയും, ഈ വചനം അയച്ചു കൊടുത്തവർ, ഷെയർ ചെയ്തവർ, സ്റ്റാറ്റസ് ഇട്ടവർ, ഒരു സുവിശേഷ വേല പോലെ ഈ ശുശ്രൂഷയെ സ്വീകരിച്ച സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കുറേ പ്രാവശ്യമൊക്കെ വീണ്ടും കേൾക്കണം, വീണ്ടും പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവവചനം, ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറാൻ പറ്റും. ജീവിതത്തിൽ എവിടെയും താണു പോകത്തില്ല, എവിടെയും പിടിവിട്ടു പോകില്ല. ദൈവം സഹായിക്കും. നാളെ ഞായറാഴ്ചയാണ് എങ്കിലും നാളെ സാധ്യമായ എല്ലാവരും 5:30 തന്നെ വചനങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.